നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ബീഡ്സിൻ്റെ ലോഡിങ്ങും അതുപോലെ ലീഫ് ഫില്ലിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ 2 ബീഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് പഠിക്കാം. അതിനായിട്ട് വെർട്ടിക്കലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾ മുകളിൽ ലീഫ് ചെയ്തപ്പോൾ സെൻറ്ററിൽ ലൈൻ വരച്ചില്ലേ, സെയിം അതേപോലെ ഇവിടെയും സെൻറ്റർ ലൈൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ലൈൻ വരയ്ക്കുന്നത്. റെഡ് കളർ 2 ബീഡ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് സെൻറ്ററിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡിലേക്ക് സ്ലാൻറ്റിങ്ങിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. സൈഡിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ നമ്മുടെ ട്യൂബിൻ്റെ നീളത്തിനനുസരിച്ചാണ് ചെയിൻ എടുക്കേണ്ടത്. ഞാനിവിടെ മീഡിയം ട്യൂബാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി നീളത്തിൽ ചെയിൻ എടുത്തത്. ഇത് കണ്ടോ, ആ ട്യൂബ് കറക്റ്റായിട്ട് ആ സെൻറ്റർ ലൈനിൽ ടച്ച് ആവുന്നത്. ഇതേപോലെ ആ ട്യൂബിൻ്റെ അളവിന് വേണം നമുക്ക് സ്ലാൻറ്റിങ്ങിൽ ചെയിൻ എടുക്കാൻ. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം നമുക്ക് ആ ബീഡ്സ് കോർത്ത് കൊടുക്കാം. സ്ലാൻറ്റിങ്ങിൽ സെൻറ്റർ ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത 2 ബീഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്. ഇവിടെ നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. ആ സെൻറ്റർ ലൈൻ വരെ ഫില്ല് ചെയ്യാൻ എത്ര ഷുഗർ ബീഡ്സ് വേണോ അത്രയും ഷുഗർ ബീഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്, ബീഡ്സ് കോർത്ത് കൊടുക്കുക. സെൻറ്റർ ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി അടുത്ത ലെയർ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുക. അരി വർക്കിൽ പഠിക്കാനായിട്ട് ചെയിൻ സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റിച്ചസ് എല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണേലും നമുക്ക് ഡിസൈൻ ചെയ്യാം. 2 ബീഡ്സും ഞാൻ ഫസ്റ്റ് ലൈൻ മാത്രമേ ഉള്ളൂ ലോഡിങ്ങിൽ പഠിക്കാനായിട്ട്. ബാക്കി ഇപ്പോൾ ഈ ചെയ്യുന്ന ഡിസൈനിങ് ഒക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഇതുപോലെ 2 ബീഡ്സും ഷുഗർ ബീഡ്സും യൂസ് ചെയ്ത് കുർത്തിയുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ചെയ്യാം. ഇതുപോലെ വി പാറ്റേണിൽ മാത്രമല്ല, സ്ക്വയറിലോ ട്രയാങ്കിളിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്യാം. അടുത്ത ലൈനിൽ ഞാൻ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സിന് പകരം കട്ട് ബീഡ്സ് ഇവിടെ ഫില്ല് ചെയ്തേ ഉള്ളൂ. ആ സെൻറ്റർ ലൈൻ വരെ ഫില്ല് ചെയ്യാൻ എത്ര കട്ട് ബീഡ്സ് വേണോ അത്രയും കട്ട് ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് സെയിം അതേ മെത്തേഡാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യുക. വീണ്ടും അടുത്ത ലെയർ നമുക്ക് 2 ബീഡ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസ് 2 ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മീഡിയം സൈസ് 2 ബീഡ് യൂസ് ചെയ്ത്. നിങ്ങൾക്ക് നോർമൽ 2 ബീഡ് യൂസ് ചെയ്ത് വേണേലും ചെയ്യാം. അതുപോലെ ബീഡ്സ് നീഡിലിൽ ലോഡ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ് നീഡിലിൽ എങ്ങനെയാണ് ബീഡ്സ് ലോഡ് ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെ മെത്തേഡിൽ ലോഡ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കാണിച്ചു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അതും കൂടി കാണിച്ച് ടൈം വേസ്റ്റ് ചെയ്യാത്തത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിൽ പ്ലേലിസ്റ്റിൽ അരി വർക്ക് ബേസിക് ലെവൽ ക്ലാസ്സസ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ബാച്ചസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അടുത്ത ചെയിൻ ഞാൻ ലോങ് ആയിട്ട് എടുക്കുന്നില്ല, ഷോർട്ടായിട്ടാണ് എടുക്കുന്നത്. കാരണം നോർമൽ 2 ബീഡാണ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ നോർമൽ 2 ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എത്ര സ്ഥലം വേണോ അതിനനുസരിച്ച് ചെയിൻ എടുത്താൽ മതി. ഇവിടെ വേണമെങ്കിൽ 2 2 ബീഡ് വെച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഒരെണ്ണം വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈസ് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ. ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് എല്ലാ ബീഡ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു ലൈനിൽ തന്നെയാണ് ഈ എല്ലാ ഡിസൈൻസും കാണിച്ചു തന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യല്. സെപ്പറേറ്റ് ആയിട്ട് ലൈൻ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരു ലൈനിൽ ഇതുപോലെ 2 ബീഡ്സും ഷുഗർ ബീഡ്സും മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ലൈനിൽ കട്ട് ബീഡ്സും 2 ബീഡ്സും മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ലൈനിൽ നോർമൽ 2 ബീഡ്സ് യൂസ് ചെയ്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഞാനിതെല്ലാം കൂടി ഒരു ലൈനിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഓരോന്നും യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ലൈൻസ് മാത്രം ഫില്ല് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 ലൈൻ മാത്രം ഫില്ല് ചെയ്ത് പ്രാക്ടീസ് ചെയ്യല്. ഒരു 4-5 ലൈന് വരുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. ഇവിടെ ഈ ബ്ലാക്ക് കളറും ഗോൾഡൻ കളറും 2 ബീഡ് യൂസ് ചെയ്തിരിക്കുന്ന പോലെ ലോങ്ങും ഷോർട്ടും ആയിട്ടുള്ള 2 ബീഡ് മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അടുത്ത ലെയർ ഞാൻ പേൾസ് യൂസ് ചെയ്ത് കാണിക്കാം.
ഈ മീഡിയം സൈസ് ട്യൂബ് ബീഡ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ നോർമൽ ട്യൂബ് ബീഡ് 2 എണ്ണം യൂസ് ചെയ്താൽ മതി. 2 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെന്ത് കിട്ടും. ഞാൻ ഈ കാണിച്ചു തന്ന തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേണേലും പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഓരോ ലൈനിൽ ചെയ്യുമ്പോൾ മാത്രമേ ഓരോ സ്റ്റിച്ചിൻ്റെയും ഭംഗി അറിയത്തുള്ളൂ. അടുത്തതും ഒരു ലീഫ് ഡിസൈൻ പോലെ തന്നെയാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് എനിക്ക് കുർത്തിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്തിരുന്നു. പക്ഷേ കുർത്തിയിലൊന്നും ഡിസൈൻ ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു ക്ലാസ്സിലും കൂടി അത് ഉൾപ്പെടുത്താം. കാരണം ഈ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. വലിയ ഹെവി ആയിട്ടുള്ള ഡിസൈൻ വേണ്ട, സിമ്പിൾ ഡിസൈൻ മതിയെങ്കിൽ നമുക്ക് സ്ലീവ്സിൻ്റെ ബോർഡറിലും അതുപോലെ നെക്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഈ ലീഫിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. ആ ലീഫിൻ്റെ തുമ്പത്തൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ലേ, താഴെ കറക്റ്റായിട്ട് മുട്ടുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. അരി വർക്കിൽ സ്റ്റോൺ ചെയിൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റോൺ ചെയിൻ്റെ ക്ലാസ് പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അരി വർക്കിൽ എപ്പോഴും സ്റ്റോൺ ചെയിൻ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാറില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത്. നീഡിലുകൊണ്ട് സ്റ്റോൺസ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റോൺ ചെയിനിന് പകരം നമുക്ക് ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ പേൾസോ അങ്ങനെ എന്ത് വേണേലും യൂസ് ചെയ്യാം. ലീഫിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് ഭാഗം വിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ലീഫിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് ഭാഗം വിട്ട് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നേരെ ആ ലീഫിൻ്റെ അറ്റത്ത് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഒരു ഷുഗർ ബീഡും ഒരു ട്യൂബ് ബീഡുമാണ് യൂസ് ചെയ്യുന്നത്. അത് കോർത്ത് കൊടുത്തതിന് ശേഷം നേരെ താഴെ ആ സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഇതുപോലെ ഒരു ഷുഗർ ബീഡും ട്യൂബ് ബീഡും കോർത്ത് കൊടുക്കുക. സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഒരു ഷുഗർ ബീഡും ഒരു ട്യൂബ് ബീഡും കോർത്ത് കൊടുക്കുക. വീണ്ടും സെൻറ്ററിൽ തന്നെ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഈ 3 ലെയർ ഏറ്റവും മുകളിലുണ്ടായിരിക്കണം. നമ്മൾ സെൻറ്ററിൽ എന്ത് സ്റ്റിച്ച് ചെയ്താലും ഏറ്റവും മുകളിൽ ഈ ഒരു 3 ലെയറാണ്. ഇനി നമുക്ക് ഓരോ സൈഡായിട്ട് ഫില്ല് ചെയ്യാം. മുകളിൽ ചെയ്ത പോലെ തന്നെ സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം 2 ഷുഗർ ബീഡ് ഞാനിവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഷുഗർ ബീഡ് ഞാനിവിടെ ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഈ ഷുഗർ ബീഡും ട്യൂബ് ബീഡും കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിരിക്കണം. കോൺട്രാസ്റ്റ് കളേഴ്സ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യത്തുള്ളൂ. സെയിം കളേഴ്സോ അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത കളേഴ്സുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ അത്ര എടുത്ത് കാണിക്കത്തില്ല. പിന്നെ സെൻറ്ററിലും ഈ ട്യൂബ് ബീഡിൻ്റെയോ ഷുഗർ ബീഡിൻ്റെയോ കളർ യൂസ് ചെയ്യാതെ മറ്റേതെങ്കിലും കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഹൈലൈറ്റ് ചെയ്യത്തില്ല. കോമൺ ആയിട്ടുള്ള വൈറ്റ് കളേഴ്സോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ അങ്ങനെ ഇങ്ങനെയുള്ള കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര അധികം സെൻറ്റർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയില്ല. ആ സൈഡിലത്തെ കോൺട്രാസ്റ്റ് കളേഴ്സ് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത ആ ഡിസൈൻ നല്ല റിച്ച് ലുക്കായിരിക്കും. പിന്നെ ഇവിടെ ലീഫ് വരയ്ക്കുമ്പോൾ ഒരുപാട് ബ്രോഡായിട്ടുള്ള ലീഫ് വരയ്ക്കല്. ഞാനിവിടെ ജസ്റ്റ് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ലീഫ് വരച്ചത്. നമുക്ക് ലീഫ് വരയ്ക്കാതെ വേണേലും ഡയറക്റ്റ് വേണേലും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ഫില്ല് ചെയ്യാം. മുകളിൽ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ ട്യൂബ് ബീഡ് യൂസ് ചെയ്തപ്പോൾ പേൾസ് യൂസ് ചെയ്തുകൊണ്ട് 2 സൈഡും ഒരേപോലെ ഫില്ല് ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു, സെൻറ്ററിലൊന്നും ഫില്ല് ചെയ്തില്ല. ഇവിടെ ആദ്യമേ നമ്മൾ സെൻറ്റർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. രണ്ടും ഒരേ ഡിസൈനാണ്, പക്ഷേ 2ൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മളൊന്ന് മാറ്റിയപ്പോഴത്തേക്ക് ആ ഒരു ഡിസൈൻ്റെ ലുക്കേ മാറിപ്പോയില്ലേ. മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഗ്രീൻ ലീഫിനേക്കാൾ ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയില്ലേ. ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 2 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും കോൺട്രാസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെയും നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ബീഡ്സ് എൻഡ് നോട്ട് കൊടുക്കുമ്പോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഡയറക്റ്റ് എൻഡ് നോട്ട് കൊടുക്കല്. ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം എൻഡ് നോട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്